Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഫോർ ഫാമിലി മെമ്പേഴ്സ്. 4 കുടുംബാംഗങ്ങൾ. ഒരു കുടുംബത്തിലെ 4 കുടുംബാംഗങ്ങൾ. ട്രാജിക്ലി എന്നാൽ ദുരന്തമായി എന്നുള്ള അർത്ഥം, ദാരുണമായി എന്നാണ് അർത്ഥം. ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ ദാരുണമായി കൊല്ലപ്പെട്ടു ഇൻ റോഡ് ആക്സിഡൻറ്റ്. ഒരു റോഡ് അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ ദാരുണമായി കൊല്ലപ്പെട്ടു. ഓൺ മൈസൂരു ബാംഗ്ലൂരു എക്സ്പ്രസ് വേ. മൈസൂരു ബാംഗ്ലൂരു എക്സ്പ്രസ് വേയിലാണ്, ഈ വഴിയിലാണ്, ഈ റോഡിലാണ് സംഭവം, ഈ അപകടം ഉണ്ടായത്. ആ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ ദാരുണമായി കൊല്ലപ്പെട്ടു. എ ട്രാജിക് റോഡ് ആക്സിഡൻറ്റ്. ഒരു ദാരുണമായിട്ടുള്ള ഒരു അപകടം, ഒരു റോഡ് അപകടം ഒക്കേർഡ് സംഭവിച്ചു. ഓൺ തേഴ്സ്ഡേ വ്യാഴാഴ്ച ദിവസം ആഫ്റ്റർനൂൺ. ഓൺ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. ഓൺ ദി മൈസൂരു ബാംഗ്ലൂരു എക്സ്പ്രസ് വേ നിയർ തുബിനക്കീർ, മാന്ദ്യ താലൂക്ക്. ഈ മാന്ദ്യ താലൂക്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്തിനടുത്ത് വച്ചാണ് സംഭവം, മൈസൂരു ബാംഗ്ലൂരു എക്സ്പ്രസ് വേ റോഡിൽ. ക്ലെയിമിംഗ് അപഹരിക്കുന്നു. ദ ലൈഫ്സ് ഓഫ് 4 ഫാമിലി മെമ്പേഴ്സ്. ക്ലെയിമിംഗ് ദ ലൈഫ്സ് എന്നാൽ ജീവനുകൾ കവരുക എന്നുള്ള അർത്ഥമാണ്. ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളുടെ ജീവനുകൾ കവർന്നു ഈ അപകടം കവർന്നു. ഫ്രം JP നഗർ ബാംഗ്ലൂരു JP നഗറിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളുടെ ജീവനുകൾ ഈ അപകടം കവർന്നു. ദ വിക്ടിംസ് വേർ ഇൻവോൾവ് എന്നാൽ അകപ്പെടുക എന്നുള്ള അർത്ഥമാണ്. വിക്ടിംസ് എന്നാൽ ഇരകൾ, മരണപ്പെട്ട വ്യക്തികൾ. ദ വിക്ടിംസ് വേർ ഇൻവോൾവ്. ഈ ഇരകൾ അകപ്പെട്ടു ഇൻ എ കൊളിഷൻ എന്നാൽ കൂട്ടിമുട്ടൽ എന്നുള്ള അർത്ഥമാണ്. കൂട്ടിമുട്ടലിൽ അകപ്പെട്ടു. ബിറ്റ്വീൻ ദെയർ കാർ, അവരുടെ കാറും, ആൻഡ് എ സ്പീഡിംഗ് എയറാവത്ത് ബസ്. ഒരു വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു എയറാവത്ത് ബസ്സും അവരുടെ കാറും തമ്മിലുള്ള കൂട്ടിമുട്ടൽ. ആ കൂട്ടിമുട്ടലിൽ ഇരകൾ അകപ്പെട്ടു. ദ ഡിസീസ്ഡ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ എന്നുള്ള അർത്ഥമാണ്. മരിച്ചുപോയ വ്യക്തികളെ തിരിച്ചറിഞ്ഞു. സത്യനന്ദർജി URS 51. 51 വയസ്സ് പ്രായമുള്ള സത്യനന്ദർജി. ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ. നിശ്ചിത 45, 45 വയസ്സ് പ്രായമുള്ള നിശ്ചിത. ചന്ദ്രു 62, 62 വയസ്സ് പ്രായമുള്ള ചന്ദ്രു. ആൻഡ് സുമേദിനി റാണി 50, 50 വയസ്സുള്ള സുമേദിനി റാണി, 50 വയസ്സ്. ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെയാണ് മരണപ്പെട്ടത്. അവരെ തിരിച്ചറിഞ്ഞു. ദേ വേർ റിപ്പോർട്ടഡ്ലി എന്നാൽ ലഭിച്ച വിവരമനുസരിച്ച് എന്നുള്ള അർത്ഥമാണ്. പത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയാണ്, അതാണ് റിപ്പോർട്ടഡ്ലി. ദേ വേർ റിപ്പോർട്ടഡ്ലി. റിപ്പോർട്ട് അനുസരിച്ച്, കിട്ടിയ വിവരപ്രകാരം, അവർ ട്രാവലിംഗ് സഞ്ചരിക്കുകയായിരുന്നു. ടു പെരിയപാറ്റ്നയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഇൻ മൈസൂരു ഡിസ്ട്രിക്റ്റ്. മൈസൂരുവിലുള്ള ഒരു ജില്ലയാണ് പെരിയപാറ്റ്ന. അങ്ങോട്ടേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ, ഈ മരണപ്പെട്ട വ്യക്തികൾ. ടു അറ്റൻഡ് പങ്കെടുക്കാൻ വേണ്ടി. എ ഫാമിലി ഇവൻറ്റ് കുടുംബത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് അവർ സഞ്ചരിക്കുകയായിരുന്നു. വെൻ ആ സമയത്താണ്. ദി ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ്, ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. കിട്ടിയ വിവരമനുസരിച്ച് അവർ ഈ പെരിയപാറ്റ്ന മൈസൂരിലുള്ള ഈ സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഒരു കുടുംബത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി. ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. അക്കോർഡിംഗ് ടു റിപ്പോർട്ടുകൾ അനുസരിച്ച്, റിപ്പോർട്ടുകൾ പ്രകാരം, ദ കാർ ഹാഡ് സ്ലോ ഡൗൺ എന്നാൽ വേഗത കുറയ്ക്കുക.
ദ കാർ ഹാഡ് സ്ലോ ഡൗൺ. കാർ വേഗത കുറച്ചിട്ടുണ്ടായിരുന്നു. നിയർ ദ തുബിൻകര എക്സിറ്റ്. തുബിനക്കര എക്സിറ്റിന് അടുത്തു വച്ച് ഈ കാർ വേഗത കുറച്ചിട്ടുണ്ടായിരുന്നു. വെൻ ആ സമയത്ത്. ഇറ്റ് വാസ് സഡൻലി റാംഡ്. റാം എന്നാൽ ഇടിക്കുക എന്നാണ് അർത്ഥം. സഡൻലി എന്നാൽ പെട്ടെന്ന്. വെൻ ഇറ്റ് വാസ് സഡൻലി റാംഡ്. ആ കാറ് അവിടെ വേഗത കുറച്ച സമയത്ത് പെട്ടെന്ന് ആ കാറിന് പിറകിൽ ഇടിച്ചു. ഫ്രം ബിഹൈൻഡ് എന്നാൽ പിറകിൽ നിന്നും എന്നുള്ള അർത്ഥമാണ്. ബൈ ദ സ്പീഡിങ് എയറാവത്ത് ബസ്. ആ വേഗതയിൽ വരികയായിരുന്ന എയറാവത്ത് ബസ് ഈ കാറിന് പിറകിൽ ഇടിച്ചു. ഈ പറഞ്ഞിട്ടുള്ള എക്സിറ്റിന് അടുത്ത് വെച്ച് ഈ കാറ് വേഗത കുറച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വേഗതയിൽ വരികയായിരുന്ന എയറാവത്ത് ബസ് ഈ കാറിന് പിറകിൽ ഇടിച്ചു. ദ ഫോഴ്സ് ഓഫ് ദ കൊളിഷൻ. ഫോഴ്സ് എന്നാൽ ശക്തി എന്നാണ് അർത്ഥം. ഈ ഇടിയുടെ ശക്തി, അതിൻ്റെ കരുത്ത്, റിസൾട്ടഡ് ഫലം ചെയ്തു. ഇൻ ദി ഇമ്മീഡിയറ്റ് ഡെത്ത്സ്. പെട്ടെന്നുള്ള മരണങ്ങളിലേക്ക് ഓഫ് ഓൾ 4 പാസഞ്ചേഴ്സ് ഇൻ ദ കാർ. ഈ ഇടിയുടെ ശക്തി, കൂട്ടിമുട്ടലിൻ്റെ ഫലം അതെന്താണ്? അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഈ കാറിലുണ്ടായിരുന്ന 4 യാത്രക്കാരുടെയും പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിച്ചു. അതിന് കാരണമായി ഈ കൂട്ടിമുട്ടലിൻ്റെ ശക്തി. മാന്ദ്യ റൂറൽ പോലീസ് ഹാവ് രജിസ്റ്റേർഡ്. മാന്ദ്യ റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ ഇൻസിഡൻറ്റ്. ഈ സംഭവത്തെപ്പറ്റി ഫെർദർ എന്നാൽ കൂടുതലായിട്ട് ഈ സംഭവത്തെ പറ്റിയിട്ട് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.